നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ്. നമ്മുടെ സ്വന്തം മട്ടാഞ്ചേരിയിൽ. കൊച്ചിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ മട്ടാഞ്ചേരി. ഇവിടുത്തെ ചരിത്രം അന്വേഷിച്ച് വിദേശികളും സ്വദേശികളും ഈ വഴിയിലൂടെ കടന്നു പോകുന്നു. ഇവിടുത്തെ കല്ലുകൾക്കും ചുമരുകൾക്കും ഒട്ടനവധി കഥകൾ പറയാനുണ്ടാവും. റോഡിന്റെ ഇരുവശങ്ങളിലും പഴയകാല ചരിത്രം അനുസ്മരിപ്പിക്കുന്ന പുരാതന കടകൾ, സ്പൈസസ് ചാക്കുകൾ, പിച്ചള വിളക്കുകൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങി നിരവധി സാധനങ്ങളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടുത്തെ തെരുവിലൂടെ നടക്കുമ്പോൾ ആദ്യം കിട്ടുന്നത് സുഗന്ധമാണ്. ഏലത്തിന്റെയും കുരുമുളകിന്റെയും ഗ്രാമ്പൂവിന്റെയും ജാതിക്കയുടെയൊക്കെ സുഗന്ധം. ഏതാണ്ട് 500 വർഷത്തോളമായി ഈ സുഗന്ധം ഇവിടെ തന്നെ നിലനിൽക്കുന്നു. ചൈനീസ് വലകൾ മുതൽ ജൂതപ്പള്ളി വരെ, ഡച്ച് പാലസ് മുതൽ ചെറിയ കഫകൾ വരെ, പഴയതും പുതിയതും കൂടിച്ചേരുന്ന സ്ഥലം ഇതാണ് മട്ടാഞ്ചേരി. ചരിത്രം ജീവിക്കുന്ന തെരുവ്. നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് പോയാലോ? ഈ കഥ നടക്കുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്, അങ്ങ് കൊടുങ്ങല്ലൂരിൽ. അന്ന് അതിൻ്റെ പേര് ക്രാങ്കന്നൂർ എന്നായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി അവിടെയാണ് ഉയർന്നത്. ജൂതന്മാർ മലബാർ തീരത്തെത്തിയത് കച്ചവടം ചെയ്യാൻ തന്നെയാണ്. കുരുമുളകും ഏലവും ജാതിക്കയും അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള സ്പൈസസായി മാറി. നൂറ്റാണ്ടുകൾ അവർ അവിടെ ജീവിച്ചു. രാജാക്കന്മാർ അവരെ ബഹുമാനിച്ചു. പക്ഷേ 14-ാം നൂറ്റാണ്ട് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സമയമായിരുന്നു. യുദ്ധങ്ങളും പ്രളയങ്ങളും കൊടുങ്ങല്ലൂരിനെ ആകെ തളർത്തി. ജൂതന്മാർക്ക് നാടുവിടേണ്ട അവസ്ഥ വന്നു. അവർ പുതിയ മേച്ചിൽപ്പുറം തേടി നമ്മുടെ കൊച്ചിയിലെത്തി. കൊച്ചി രാജാവ് ഇരുകൈകളും നീട്ടി അവരെ സ്വീകരിച്ചു. 1567 മലബാർ യഹൂദരെല്ലാം കൂടെ ഒന്നു ചേർന്നു മട്ടാഞ്ചേരിയിൽ ഒരു സിനഗോഗ് പണിയാൻ തുടക്കം കുറിച്ചു. അന്നാരും വിചാരിച്ചില്ല ഈ കെട്ടിടം 500 വർഷം നിലനിൽക്കുമെന്ന്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പഴയ പ്രവർത്തിക്കുന്ന സിനഗോഗാവും ഇന്നിത്. കല്ലുകൾ ഒന്നൊന്നായി അടുക്കി മേൽക്കുര ഉയർന്നു. അകത്ത് ഒരു വലിയ ഘടികാരവും വെച്ചു, സമയം നിർത്താതിരിക്കാൻ. പള്ളി പണി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉദിച്ചു. നിലത്ത് പാകാൻ ടൈലുകളില്ല. ഈ സമയത്താണ് ചൈനയിൽ നിന്നും ഒരു കപ്പൽ വന്നത്. അകത്ത് 256 പോഴ്സെലിൻ ടൈലുകൾ, ഓരോന്നും കൈകൊണ്ട് വരച്ചത്, നീലയും വെള്ളയും. വിചിത്രം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ടൈലും മറ്റേതിന് സമാനമല്ല. ഓരോന്നിലും വ്യത്യസ്തമായ ഡിസൈനുകൾ, പൂക്കൾ. ടൈലുകളിലെ ഡിസൈൻ കണ്ടിട്ട് ജൂതഗുരു പറഞ്ഞു, ദൈവം ഓരോ മനുഷ്യനെയും വ്യത്യസ്തമായി സൃഷ്ടിച്ചതുപോലെയുണ്ട്. ഓരോ ടൈലും വ്യത്യസ്തമാണ്, അതുകൊണ്ട് അവയുടെ വിലയും വ്യത്യസ്തമാണ്. ആ ടൈലുകൾ ഇന്നും ഇവിടെ കാണാം. ചവിട്ടുമ്പോൾ ശബ്ദം കേൾക്കാം, 500 വർഷത്തെ കാൽപ്പാടുകളുടെ ശബ്ദം. രാജാക്കന്മാരുടെ സ്നേഹസമ്മാനമാണ് ചെപ്പേടും പൊൻകിരീടവും വെള്ളിവിളക്കുകളും. ഈ ജൂതപ്പള്ളി വെറും കെട്ടിടമല്ല, ഇതൊരു ബന്ധത്തിന്റെ കഥയാണ്. ആദ്യം 1000 ആണ്ട് ഭാസ്കര രവിവർമ്മ രാജാവ്, അദ്ദേഹം ജൂതർക്ക് കൊടുത്ത ചെപ്പേട് ഇവിടെയുണ്ട്. അതിലെഴുതിയിരിക്കുന്നത്, ഈ നാട്ടിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവാണ് പൊൻകിരീടം ജൂതന്മാർക്ക് സമ്മാനിച്ചത്. ജൂതന്മാർക്ക് വെള്ളിവിളക്ക് സമ്മാനിച്ചത് ബ്രിട്ടീഷുകാരാണ്. അന്ന് ഇവിടെ 1000-ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ചിരികൾ, പ്രാർത്ഥനകൾ, കച്ചവടം. ഇന്ന് ജൂതന്മാരെ ഇല്ല, പക്ഷെ ജൂതപ്പള്ളി ജീവിക്കുന്നു. ആ ഘടികാരം നിർത്താതെ പ്രവർത്തിക്കുന്നു. ആ 256 ടൈലുകൾ ഇന്നും മിന്നിത്തിളങ്ങുന്നു. ആ പൊൻകിരീടം ഇന്നും സൂക്ഷിക്കുന്നു. 1567 തുടങ്ങിയ ചരിത്രകഥ ഇന്നും തുടരുന്നു. കാരണം ആ കഥ എഴുതപ്പെട്ടത് കല്ലിലോ കടലാസിലോ അല്ല, നമ്മുടെയൊക്കെ ഹൃദയത്തിലാണ്. ഇതാണ് മട്ടാഞ്ചേരിയുടെ പരദേശി ജൂതപ്പള്ളി. ഒരു പള്ളിയല്ല, ഒരു കത്താണ്. കാലത്തിന്, സ്നേഹത്തിന്, സഹിഷ്ണുതയ്ക്ക് എഴുതിയ കത്ത്.